പശ്ചിമബംഗാളിൽ മമതയുടെ പോലീസ് രാജ്. ആർജി കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പോലീസ് മർദ്ദനം. വനിതാ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. കോടതിയെ സമീപിക്കുന്ന ആര്യയുടെ അച്ഛൻ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, പശ്ചിമബംഗാളിൽ മമതയുടെ പോലീസ് രാജ് അത് ഇപ്പോൾ തുടങ്ങിയതല്ല. നാളുകളായി ഇതിനെതിരെ, മമതയ്ക്കെതിരെ, സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്കും പോലീസിൻ്റെ മർദ്ദനം ഏറ്റിരിക്കുകയാണല്ലേ? നിഖിൽ, ബംഗാളിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന അല്ലെങ്കിൽ മമതാ സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുന്നവർക്കെതിരെ പോലീസിനെയും ഒപ്പം തൃണമൂൽ ഗുണ്ടകളെയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം കാലങ്ങളായുള്ളതാണ്. അതിന്റെ വിവിധ തരത്തിലുള്ള തെളിവുകൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആർജിക്കാർ ആശുപത്രിയിൽ, കൊൽക്കത്ത ആർജിക്കാർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അതിൽ അത്തരമൊരു സംഭവത്തിൽ ആ ഇരയുടെ അമ്മയെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പ്രതികരണം നൽകിയിട്ടുള്ളത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ പീഡനമുണ്ടായി. വടി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസുകാർ പെൺകുട്ടിയുടെ അമ്മയെ മർദ്ദിച്ചത്. നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കാര്യം കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കും. കോടതിക്ക് മുൻപിൽ നിയമപരമായ പോരാട്ടം നടത്തും എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ആർജിക്കാർ ആശുപത്രിയിൽ ആ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. ഈ 1 വർഷം തികഞ്ഞ പശ്ചാത്തലത്തിൽ കേസിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നും അതുകൊണ്ടാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോലും കോടതി എത്താഞ്ഞത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് കൊൽക്കത്ത ഉൾപ്പെടെ ബംഗാളിന്റെ നഗരങ്ങൾ വേദിയായിരുന്നു. അത്തരം പ്രതിഷേധങ്ങളിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പങ്കെടുത്തിരുന്നു. അതിന്റെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് ബംഗാൾ മമതയുടെ പോലീസ് ഈ നോർത്ത് 24 പർഗാനസ് മേഖലയിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിനടുത്ത് വെച്ച് ഇരയുടെ അമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചിരുന്നു. അത്തരത്തിലൊരു സംഭവം ആശുപത്രിക്കുള്ളിൽ സുരക്ഷ ഒരുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സ്വീകരിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനോ പ്രതികളെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അത്തരം കൃത്യമായ പരാതി നൽകുന്നതിനോ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരോ സംസ്ഥാന പോലീസോ തയ്യാറായിട്ടില്ല എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ പോലീസ് വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് ഈ തെളിവുകൾ നശിക്കാനും ഒപ്പം പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാതിരിക്കാനും കാരണമെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഇരയുടെ ഈ പെൺകുട്ടിയുടെ അമ്മയെ മമതാ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. നിഖിൽ. ശരി ജിഷ്ണു, എന്തായാലും പശ്ചിമബംഗാൾ ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്കും പോലീസിന്റെ മർദ്ദനം ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണം കേൾക്കാം. तृणमूल सरकार ने हमको समझा दिया है, तुम लोग हमको कुछ नहीं कर सका। उस 9 तारीख के हमने जो किया था वो किया था, और कल भी हम वही रवैया से हमारा वाइफ को लेके 3-4 आरपीएफ रैप ने 3-4 महिला रैप ने उसको पकड़कर लेके साइड में लेके उसका जो हाथ में जो लाठी रहता है उससे उसको इधर एक मारा है और पीछे भी मार दिया।